അങ്ങനെ ഞാനും മോനും കൂടെ എണീറ്റ് കൈ കഴുകാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു. പോയിക്കൊണ്ടിരുന്നപ്പോൾ സാധനം എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അത് നമ്മളവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ടാപ്പിൽ വെള്ളമില്ല. അങ്ങനെ ഞാൻ ബ്ലിങ്കായിപ്പോയി ഗൈസ്. പിന്നെ അവിടെ നിന്ന് ഞാൻ തിരിച്ചു വന്നു. കൈയൊക്കെ കഴിയതിന് ശേഷം നമ്മൾ ടേബിൾ വന്നപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്ത തന്തൂർ റൊട്ടിയും അതുപോലെ പനീർ ചില്ലിയും കോളിഫ്ലവറും അതിൻ്റെ കൂടെ തന്നെ ദാൽ കറി, അതിൻ്റെ കൂടെ റൈസും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വന്ന ഫുഡെല്ലാം കഴിച്ചു. പക്ഷേ അതിൻ്റെ അകത്ത് പനീർ കറി എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല. കാരണം നമ്മൾ ഉദ്ദേശിച്ച ഒരു ടേസ്റ്റേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അതിന് ശേഷം അവരുടെ സ്പെഷ്യലായിട്ടുള്ള ഗുലാബ് ജാം, അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ടൈപ്പിലുള്ള ഗുലാബ് ജാം കഴിക്കുന്നത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് എൻ്റെ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലസ്സി ആയിരുന്നു ഗൈസ്. ബട്ട് അത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ എനിക്കത് ലസ്സിയായിട്ട് തോന്നിയതേ ഇല്ല. കാരണം അത് ഞാൻ ഇതുവരെ ഇങ്ങനെ പുറത്തുനിന്ന് ലസ്സി കഴിച്ചിട്ടില്ല. നമ്മൾ വീട്ടിൽ ശരിയായി കഴിക്കുന്നതല്ലാതെ വെളിയിൽ നിന്നും ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പക്ഷേ പറയാൻ വയ്യ, അത്രയ്ക്കും അടിപൊളിയായിരുന്നു ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന വഴിക്ക് സാദിമോള് ഇടയ്ക്ക് അവിടെ ഗിറ്റാറൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വെളിയിൽ വന്നപ്പോഴത്തേക്കും ആൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. ഞാൻ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. രണ്ടുപേരും വണ്ടിയുടെ അകത്തിരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു ഗൈസ്. അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഒന്നും കാണാൻ പറ്റാത്ത ഒരു കാഴ്ച കണ്ടു ഗൈസ്. വേറൊന്നുമല്ല, റോഡ് ഫുള്ളായിട്ട് പശുക്കളായിരുന്നു ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ഇട്ട് കാണുന്നവരൊക്കെ ബൈ.